സുധിയുടെ പെരുമാറ്റത്തിലുള്ള സംശയം നിരഞ്ജന അമ്മയോട് പറയുന്നു. ആ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നെന്ന് എനിക്ക് തോന്നിയിരുന്നു. നിന്റെ രണ്ട് പെമ്മക്കളുടെയും ഭാവി നിന്റെ കയ്യിൽ. അർച്ചനയെ സൂക്ഷിക്കണമെന്ന് രാജപ്പൻ രേവതിക്കും ശ്യാമളയ്ക്കും മുന്നറിയിപ്പ് കൊടുക്കുന്നു. സുധിക്ക് ഒരു ഭാര്യയായി തന്നെ കാണാൻ കഴിയില്ലെങ്കിൽ വിവാഹത്തിൽ നിന്ന് പിന്മാറുമെന്ന് നിരഞ്ജന. സുധിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഫൈസിയോട് പറയുന്ന നിരഞ്ജന. ആരും ഒരു കല്യാണത്തിന് തയ്യാറാവില്ല. അർച്ചനയെ കാണാൻ കാർത്തിയായനി അമ്പാടി വീട്ടിലെത്തുന്നു. രാത്രി മഴ തുടരുന്നു. നിങ്ങളുടെ അനിയനല്ലേ അയാള്? അയാളോ? കെട്ടാൻ പോകുന്ന ആളിനെ അങ്ങനെ പറയാമോ? കെട്ടിയില്ലല്ലോ, കെട്ടിയിട്ട് ബഹുമാനിച്ചാ പോരെ. അത് മതി. രാജാവായിട്ട് അനിയൻ ജീവിക്കുമ്പോ നിങ്ങൾ എന്തിനാ കള്ളു കച്ചവടം നടത്തുന്നത്? നിന്നോട് ആരടി പറഞ്ഞത് എനിക്ക് കള്ളു കച്ചവടമാണെന്ന്? കള്ളു കാർത്തിയായനിന്നല്ലേ നിങ്ങളെ ആളുകൾ വിളിക്കുന്നത്, അല്ലാതെ ചായക്കട കാർത്തിയായനിന്നല്ലല്ലോ. നിർത്തടി, എന്നോട് തന്നെ നീ ഇത് പറയണം. അന്ന് ഞാനവിടെ വന്നില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. തെന്മല റോസ് നിന്റെ മല്ല മാർവാടിക്ക് പറ്റി കാശ് വാങ്ങിയത്. നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെയല്ലേ. ഞാനത്ര മണ്ടിയൊന്നുമല്ല. നിങ്ങൾ ചിറ്റപ്പനോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടു. ഒളിച്ചോടിപ്പോയ പെണ്ണിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് അനിയന്റെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു ചേച്ചി. പൊയ്ക്കോണു എന്റെ മുമ്പിൽ നിന്ന്. നീ നോവിച്ചത് ആരെയാണെന്ന് നിനക്കറിയില്ല. ഇതിൽ കൂടുതൽ എന്തറിയാനുള്ളത്? നിങ്ങളുടെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ട. നിങ്ങളുടെ അനിയന്റെ ഭാര്യ പദവിയും വേണ്ട. എന്നെ കെട്ടണമെന്ന് യാചിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നില്ലല്ലോ. എനിക്ക് സമ്മതമല്ലെന്ന് മാന്യമായിട്ട് ഞാൻ അയാളോട് പറയുകയും ചെയ്തു. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. ചെന്നേ അയാളോടും പറഞ്ഞേക്ക്. ചെല്ല്. എടുക്കണ വണ്ടി ഇറങ്ങോട്ട്. കാർത്തിയാനി പോയോ? പോയി. അളവ് ബ്ലൗസ് വാങ്ങാനാ വന്ന്. നീ ഇത് കൊടുത്തോ? അവർക്ക് വേണ്ടത് ഞാൻ കൊടുത്തിട്ടുണ്ട്. സാർ. ആ ഫൈസലോ, താനെന്താടോ ഇവിടെ? തന്നെ കാണാൻ കിട്ടാത്ത സ്ഥലമല്ലേ ഇത്? ഞാൻ സുധാകർ സാറിനെ കാണാമെന്നാ. സാറ് വന്നിട്ടില്ല. ഇരിക്കണോ? താനിപ്പോ പാറശാല സ്റ്റേഷനിലല്ലേ? അതെ സാർ. എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? ഒരു ട്രാൻസ്ഫർ ഒക്കെ വേണ്ടേ? ഞാൻ SP സാറിനോട് പറയാം. SP വിശ്വനാഥ് സാറുമായിട്ടുള്ള സാറിന്റെ കണക്ഷനൊക്കെ എനിക്കറിയാം. അതിവിടെ ആർക്കാടാ അറിഞ്ഞുകൂടാത്തത്? എന്നെ പൊക്കിക്കൊണ്ടുവന്നത് വിശ്വനാഥ് സാറല്ലേ? എന്താ തനിക്കിങ്ങോട്ട് പോരണോ? ഉടനെ വേണ്ട സാർ. വേണ്ടെങ്കി വേണ്ട. തന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്, അതുകൊണ്ട് പറഞ്ഞു പോയതാ. എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണിനെ ചാടിച്ചോണ്ട് പോയവനാ താൻ. അതിനെന്താ സാർ, അവളെ ഞാൻ നന്നായി നോക്കുന്നില്ലേ? തന്റെ ഔദാര്യമൊന്നും അവൾക്ക് വേണ്ട. തന്നേക്കാൾ ചെക്കിലി വാങ്ങുന്ന നല്ല അഡ്വക്കേറ്റ് അവള്. പിന്നെ വിശ്വനാഥ് സാറിന്റെ മകന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ആ, ക്ഷണിച്ചു തുടങ്ങിയല്ലോ. പെൺകുട്ടി ജസ്റ്റിസ് ഉണ്ണിത്താന്റെ മകളാ, അഡ്വക്കേറ്റ് നിരഞ്ജന. ധൃതി പിടിച്ചുള്ള കല്യാണമാണല്ലോ സാറേ. താൻ എന്തോ മണത്തെറിഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ ഫൈസലേ. എന്തെങ്കിലും മണം അടിച്ചിട്ടുണ്ടെങ്കിൽ മൂക്ക് കുത്തിയിരിക്കുന്നതാ നല്ലത്. അതെനിക്ക് അറിയില്ല സാറേ. വിശ്വനാഥ് സാറിന്റെ കണ്ണിലെ കരടാവാൻ ആരെങ്കിലും തയ്യാറാകൂ? എന്താണോ താൻ അറിഞ്ഞത്? അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അതിൽ വലിയ പുതുമയൊന്നുമില്ലല്ലോ. സുധി ഒരു പാവപ്പെട്ട വീട്ടിലെ പെങ്കൊച്ചുമായി ഇഷ്ടത്തിലായിരുന്നു. ആ പെണ്ണിനെ ഏതോ ടെസ്റ്റ് എഴുതാൻ അവൻ അവളെയും കൊണ്ട് കണ്ണൂരിലേക്ക് പോയി. എന്റെ നല്ല സമയത്തിന് കായംകുളത്ത് പോയി വന്ന എന്റെ കൺമുന്നിലാ രണ്ടും വന്ന് ചാടിയത്. ഞാൻ അത് വെച്ചൊരു കലക്ക് കലക്കി. രണ്ടിനെ കണ്ണൂർ ഹോട്ടൽ മുറിയിൽ വെച്ച് പൊക്കാൻ വിശ്വനാഥ് സാർ ഓർഡർ ചെയ്തതാ. പിന്നെ വിളിച്ച് വേണ്ടാന്ന് പറഞ്ഞു. എന്നിട്ട് വിശ്വനാഥ് സാർ ആരാ മോൻ? കൂടെ ആ ചാണകനും ഇല്ലേ, അഡ്വക്കേറ്റ് നടരാജൻ. സുധിയോട് അറിഞ്ഞ ഭാവം കാണിച്ചില്ല. 2 ദിവസം കൊണ്ട് ആ കുടുംബത്തിനെയും പെണ്ണിനെയും രാഖി രാമായണം നാട് കടത്തി. ആ ചാപ്റ്റർ ക്ലോസും ചെയ്തു. എന്നിട്ട് ആ ജസ്റ്റിസിന്റെ മകളുമായി വിവാഹം ഉറപ്പിച്ചത്. സുധി വിവാഹത്തിന് സമ്മതിച്ചോ? പിന്നെ സമ്മതിക്കാതെ? എടോ, ഇതിലൊക്കെ അത്രയ്ക്കല്ലേ ഉള്ളൂ. ആ പെണ്ണ് എവിടത്തെ കാര്യ? ഇവിടെ തന്നെ ഉള്ളതാ. ഒരു ലോറി ഡ്രൈവർ രാജപ്പന്റെ മകളാ. തൊട്ട് താഴെ 2 പെൺപിള്ളേർ കൂടിയുണ്ട്. പെണ്ണ് നല്ല പഠിപ്പുള്ളതാ. സുധിയുടെ കൂടെ പഠിച്ചത്.
നല്ല കാശ് കൊടുത്താ വിശ്വനാഥ് സാർ ആ കുടുംബത്തെ നാട് കടത്തിയത്. താനിതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളഞ്ഞേക്കണം. കളഞ്ഞു സാറേ. ആ പിന്നെ സുധാര സാർ വന്നതാണ്. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. കാണാം സാർ. അമ്മയെപ്പറ്റി ഞാൻ വന്ന് ഡ്രസ്സ് മാറിയതേ ഉള്ളൂ. പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞോ? ദാ എല്ലാ ഡ്രസ്സും എടുത്തു. ഉം. അജയൻ എന്നെ കാഞ്ചീപുരത്തെ ഏറ്റവും നല്ല നെയ്ത്തുശാലയിലേക്കാ കൊണ്ടുപോയത്. തനി കാഞ്ചീപുരം പട്ട. ഉം. എല്ലാം അമ്മയുടെ സെലക്ഷൻ അല്ലേ? സെലക്ഷൻ മാത്രമേ എന്റേതായിട്ടുള്ളൂ. കളർ നിശ്ചയിച്ചത് നിരഞ്ജനയാ. ഉം. ഞാൻ അവളോട് വിളിച്ചു ചോദിച്ചിരുന്നു. ആ ദാ അവക്കിത് നന്നായി ചേരും. നീ ഒന്ന് നോക്കിയേ മോനെ. ഞാനൊന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാം. നീയില്ലാതെ എനിക്കൊരു ജീവിതമില്ല അർച്ചന. ചേച്ചി എനിക്ക് വേണ്ട മോളെ. ഓട്സ് കുറുക്കിയതാ, അമ്മയെ തന്നിട്ട് കഴിക്ക ചേച്ചി. കുഞ്ഞമ്മയ്ക്ക് ഞാനൊരു ബുദ്ധിമുട്ടായില്ലേ? അമ്മ പാവോ അച്ചുവേച്ചി. അച്ചുവേച്ചി ഒന്നും കഴിക്കാത്തതില് അമ്മയ്ക്ക് വിഷമമുണ്ട്. ഉച്ചയ്ക്ക് അച്ചുവേച്ചി കുറച്ച് ചോറ് മാത്രമേ കഴിച്ചുള്ളൂ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട അമ്മ ഇതുണ്ടാക്കി തന്നു. അച്ചുവേച്ചി ഇത് കഴിച്ചില്ലെങ്കിൽ വാശി പിടിച്ചിരിക്കുവാണെന്ന് അമ്മ കരുതി. കഴിക്ക അച്ചുവേച്ചി. പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ ചേച്ചി? തീരുമാനം എടുക്കണം മോളെ. കുറച്ച് ദിവസം കൂടി എനിക്ക് വേണം. ഞാൻ കാത്തിരിക്കുന്നത് അതിനാ. ഇനിയും വൈകിക്കൂടാ. അച്ഛൻ ഇതുവരെയും കല്യാണം ക്ഷണിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. കുറെ ലെറ്റർ അടിച്ച് മുറിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. വീട് പണയപ്പെടുത്തുമെന്നൊക്കെ പറയുന്നത് കള്ളോ. അച്ഛൻ അതിന് തുനിഞ്ഞാലും രേവതി അതിന് സമ്മതിക്കില്ല. കാശ് കൊടുത്ത് അച്ഛനെ സഹായിക്കുന്നത് ആ SP. അയാൾ ഇന്നൊരു ഉറപ്പ് കിട്ടാത്തോണ്ടാവും അച്ഛൻ ആളുകൾ ക്ഷണിക്കാൻ വൈകുന്നത്. ഞാൻ എവിടോട്ടെങ്കിലും പോകും മോളെ. എനിക്കിവിടെ നിന്ന് പോയേ തീരും. അച്ചുവേച്ചി പോണം. എന്റെ ആഗ്രഹം അത് തന്നെ. അങ്ങനെ ഒരു ധൈര്യം അച്ചുവേച്ചിക്കുണ്ടായ ആര് വിചാരിച്ചാലും അച്ചുവേച്ചിയെ തടഞ്ഞു നിർത്താൻ പറ്റില്ല. പക്ഷേ പുറത്തുനിന്നുള്ള ആരുടെങ്കിലും സഹായം വേണം. അച്ഛനില്ലാത്തോണ്ട് 2 വാതിലും രേവതി ചേച്ചി അകത്തുനിന്ന് പൂട്ടുന്നത് കണ്ടിട്ടാ ഞാൻ വരുന്നത്. പഠിക്കാനേ ഞാൻ പോകുന്നത് നല്ല അവസരം. അച്ചുവേച്ചി പറഞ്ഞ ആരെ വേണമെങ്കിലും ഞാൻ വിളിക്കാം. ഞാൻ പറയാം മോളെ. നീ എനിക്ക് കുറച്ച് ദിവസം കൂടി താ. എന്താ വിശ്വട്ട ഒരു ആലോചന? ആ
നാളെ രാജപ്പനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാ അയാളെ വിളിച്ചത്? കാര്യമുണ്ട്. സുധിയുടെ വിവാഹം കഴിഞ്ഞ് 3-ാം നാൾ ആ പെണ്ണിന്റെ കല്യാണമല്ലേ, കൊടുക്കാമെന്ന് പറഞ്ഞ പണം അങ്ങ് കൊടുത്തേക്കാമെന്ന് വെച്ചു. അല്ല, അയാള് നമ്മളെ പറ്റിക്കുന്നൊന്നും അല്ലല്ലോ അല്ലേ? അല്ല, ഞാനൊരു പോലീസുകാരനെ വിട്ടൊരു അന്വേഷണം നടത്തി. രാജപ്പൻ അറിയിച്ചതൊക്കെ സത്യമാണ്. പിന്നെ ഒരു സംഭവം കൂടെ ഉണ്ടായി. അതത്ര സുഖമുള്ള വിവരമല്ല. എന്താ വിഷുട്ടാ? ആ പോലീസുകാരൻ തന്ന റിപ്പോർട്ടാ. ഒരു രാത്രി അവള് വീട് വിട്ടിറങ്ങിപ്പോയത്. അയ്യോ, പക്ഷേ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിനു മുമ്പേ രാജപ്പൻ അവളെ പിടികൂടി. എന്തൊക്കെയായി കേൾക്കുന്നത്? അപ്പൊ നമ്മൾ പേടിക്കണോ അല്ലേ വിഷുട്ടാ? അങ്ങനെ ഒരു പേടി മനസ്സിലുള്ളതുകൊണ്ടാ കല്യാണ ചെലവിനുള്ള മുഴുവൻ പണവും നേരത്തെ കൊടുക്കാന്ന് വെച്ചത്. അത് കയ്യിൽ കിട്ടിയ രാജപ്പന്റെ ഉത്തരവാദിത്വം കൂടും. ഇത് കേട്ടിട്ട് എനിക്കൊരു സമാധാനവുമില്ല. അവൾ ഇറങ്ങി വന്നെങ്കിൽ അത് സുധിയെ കാണാനല്ലേ? അതിലെന്താ സംശയം? സുധിയിലൊരു പ്രതീക്ഷ വെച്ചാ അവൾ ഇതുവരെ ജീവിച്ചത്. രാജപ്പന് വിവാഹം അടിച്ചേൽപ്പിച്ചപ്പോ അവൾ പുറത്തു ചാടി. കണ്ണൂരിലേക്ക് അവന്റെ കൂടെ പോയ പെണ്ണാ അവള്. അവൻ അവക്ക് വാക്ക് കൊടുത്തു കാണും. ആ വിശ്വാസത്തിലാ അവള് ജീവിച്ചത്. വിവാഹം നിശ്ചയിച്ചതോടെ ഇനി അവൾ അടങ്ങിയിരിക്കില്ല. അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് അവനെ വിശ്വസിപ്പിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്തു. ഒടുവിൽ അവൻ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇനിയാ നമ്മൾ ശരിക്കും പേടിക്കേണ്ടത്. ഇനി ഒരു പാളിച്ച പറ്റിപ്പോയാ അതോടെ എല്ലാം തീർന്നു. അതിനു മുമ്പ് ഞാൻ ഹൃദയം പൊട്ടി മരിക്കും. അയ്യോ വിശ്വട്ടാ, അവൻ എന്തെങ്കിലും കേട്ട് കാണോ? മുഖം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ആ രാജപ്പൻ ചോദിക്കുന്നത് എന്തും കൊടുക്ക്. രാവും പകലും അവക്ക് കൂട്ടിരിക്കാൻ അയാളോട് പറ. കാപ്പി എടുത്തു വരട്ടെ? കുറച്ച് കഴിയട്ടെ. ഇനി എപ്പോ കഴിക്കാനാ? ഉച്ചയൂണ് നേരത്തോ? അല്ല, അത് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ചേർത്ത ഇഡ്ഡലിയാ. ചമ്മന്തിയും ഉണ്ട്. അത് കുഞ്ഞമ്മേ, വാശി പിടിച്ചിരിക്കാതെ കഴിക്കുക. എനിക്കൊരു വാശിയുമില്ല. പിന്നെന്താ നീ കഴിക്കാത്ത? വിശപ്പില്ലാഞ്ഞിട്ടാ. വിശപ്പില്ലാതിരിക്കാനുള്ള കാരണം എന്താ? ഇതാ പിടിക്ക്, മോളെ. ഇതാ അവിടെ പോയിരുന്ന് കഴിക്ക്. ചെല്ല്. നിരഞ്ജന, എന്റെ ഊഹം തെറ്റിയില്ല. സുധിക്ക് എന്നോട് തോന്നിയത് സ്നേഹമോ സാധാപോ ഒന്നുമല്ല. ഇത് തിരിച്ചറിയാതെ പോയിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢിയായി പോയേനെ. ഇതൊരു ചതിയായി കാണരുത്. ചതിയല്ലാതെ ഇത് പിന്നെ എന്താ? നിനക്കിതൊന്നും ഇപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്നില്ലേ? ഇതിനേക്കാൾ വലിയൊരു സത്യം സുധിയുടെ മുന്നിൽ തുറന്നു പറഞ്ഞവളല്ലേ ഞാൻ. സുധി എന്നോട് ഈ കാര്യം ഷെയർ ചെയ്തെങ്കിൽ ഞാനത് അംഗീകരിച്ചേനെ.
ഫൈസി പറയുന്നതാ ശരി. ഇത് സുധിക്ക് വീട്ടുകാരോടുള്ള പ്രതികാരം തന്നെയാ. എന്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഒരു വിവാഹം കഴിച്ചില്ലെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ എന്റെ പോരായ്മകൾ. വേറൊന്നിനും ആരുടെ മുന്നിലും തല ഉനിക്കേണ്ട കാര്യം എനിക്കില്ല. ഞാൻ ഇറങ്ങുന്നു. നിരഞ്ജന്, വീണ്ടു വിചാരമില്ലാതെ നീ ഒരു തീരുമാനം എടുക്കരുത്. കേട്ടറിഞ്ഞ കാര്യങ്ങളെ നമ്മുടെ മുന്നിലുള്ളൂ. സുധിക്ക് പറയാനുള്ളത് കൂടി നീ അറിയണം. ഇനി എന്തറിയാനാ? അറിയേണ്ടതും അറിയിക്കേണ്ടതുമായ സമയമൊക്കെ എന്നേ കഴിഞ്ഞു. മതിയായല്ലോ ഫൈസിക്ക്. ഒന്ന് മയത്തി പറയായിരുന്നില്ലേ? ചതി അതാരായിരുന്നാലും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. നീ ഇപ്പൊ അവളുടെ കല്യാണം നടന്നു കാണാൻ ആഗ്രഹിക്കുന്നു. മറ്റൊന്നും നിന്റെ മനസ്സിലില്ല. ആർക്കും അടിയറവ് പറഞ്ഞ് ജീവിക്കേണ്ടവളല്ല നിരഞ്ജന. അതിന്റെ ഒരു ആവശ്യം അവക്കില്ല. ആ രാജപ്പനോ? വരൂ. സാറില്ലേ കൊച്ചമ്മേ? ഉണ്ട്. എന്തൊക്കെയുണ്ട് രാജപ്പ വിശേഷങ്ങള്? ഇവിടുത്തെ സഹായം കൊണ്ട് നന്നായി ജീവിച്ചു പോകുന്നു. ഇങ്ങോട്ടൊന്ന് വരാൻ സാറ് പറഞ്ഞായിരുന്നു. എന്നാ അവളുടെ കല്യാണം? ബുധനാഴ്ചയാ. സാറിനെ വന്നൊന്ന് കാണാതെ ക്ഷണിച്ചു തുടങ്ങാൻ പറ്റില്ലല്ലോ. ദാഹത്ത് രാഘവൻ എന്തായാലും ജോലി? ലോറി പണിയാ. നല്ല പയ്യനാ. അവക്ക് വിവാഹത്തിന് എതിർപ്പൊന്നുമില്ലല്ലോ? അയ്യോ, എന്ത് എതിർപ്പ്! അവളുടെ സമ്മതത്തോടല്ലേ വിവാഹം നിശ്ചയിച്ചത്. പഴയതൊക്കെ അവളെ എന്നേ മറന്നു. അതുകൊണ്ടായിരിക്കും ഒരു രാത്രി അവൾ ആരോടും പറയാതെ ബാഗ് എടുത്ത് സ്ഥലം വിട്ടത്. നിനക്കിനിയും എന്നെ മനസ്സിലായിട്ടില്ല രാജപ്പ. നീ കാത്തു സൂക്ഷിച്ചോളാന്ന് പറഞ്ഞിട്ടും നിന്റെ കണ്ണു വെട്ടിച്ചവള് ചാടിപ്പോയില്ലടാ. സാറേ, അത് പിന്നെ ഞാൻ... നീ കൂടുതലൊന്നും പറയണ്ട. ഈ ലെറ്റർ എവിടെ അടുപ്പിച്ചെന്ന് പറയാൻ എനിക്കറിയാം. നിന്റെ വീട്ടിലെ ഓരോ നീക്കങ്ങളും ഞാൻ അറിയുന്നുണ്ട്. ഇനിയെങ്കിലും നീ ഇത് മനസ്സിലാക്കണം. അവള് വിവാഹത്തിന് തയ്യാറല്ലെന്ന് ഊഹിക്കാനൊക്കെ ഞങ്ങൾക്ക് കഴിയും. ഇപ്പോഴും സുധിയാണ് അവളുടെ മനസ്സിൽ. തന്റെ പിടിപ്പുകേട് കൊണ്ട് അവള് ചാടിപ്പോയത്. അല്ലാന്ന് പറഞ്ഞ് വിശദീകരിക്കാനൊന്നും രാജപ്പ ശ്രമിക്കണ്ട. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൊച്ചമ്മേ. ഉണ്ടാവാതിരുന്നാ നിങ്ങൾക്ക് നല്ലത്. ഞായറാഴ്ച സുധിയുടെ വിവാഹ. അർച്ചനയുടെ വിവാഹം കഴിഞ്ഞു എന്ന ഉറപ്പില്ല അവൻ ഈ വിവാഹത്തിന് തയ്യാറാവുന്നത്. അതിനിടയിൽ ആ പെണ്ണ് ചാടി വന്നെങ്കിലോ? പഴയ പോലെ അല്ല രാജപ്പ കാര്യങ്ങള്. ഞങ്ങളും നിങ്ങളും കണ്ണും കാതും തുറന്നിരിക്കേണ്ട സമയായത്. എനിക്കത് നന്നായിട്ട് അറിയാം കൊച്ചമ്മേ. അറിഞ്ഞാ പോരാ. ഞായറാഴ്ച കഴിയുന്നതുവരെ താൻ വീട്ടിൽ തന്നെ ഉണ്ടാവണം. രാത്രിയിൽ ഉറക്കമൊന്നും വേണ്ട. ബുധനാഴ്ച കഴിഞ്ഞാ നമ്മളൊരു അഗ്നിപരീക്ഷ ജയിക്കുക. എന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയും ഉണ്ടാവില്ല കൊച്ചമ്മേ. ഇപ്പം നിങ്ങൾ ഞങ്ങളുടെ മിത്ര. ശത്രുപക്ഷത്തെത്തിയ ഒരു ശത്രുവിനോടുള്ള ദയ പോലും ഉണ്ടാവില്ല. നിങ്ങളത് പ്രതീക്ഷിക്കുകയും വേണ്ട. പിന്നെ രാജപ്പ, ഒരു വീഡിയോഗ്രാഫറെ വിളിച്ച് വിവാഹം താൻ ഷൂട്ട് ചെയ്യണം. അതിന്റെ വീഡിയോ ഇവിടെ എത്തിക്കണം. ഓ, പിന്നെ ഫോട്ടോസ് ചെയ്യാം സാറേ. രാജപ്പൻ ക്ഷണിക്കാതെ തന്നെ ചിലരൊക്കെ അവിടെ ഉണ്ടാവും. എന്റെ ആളുകൾ. ആർക്കു വേണമെങ്കിലും വരാം സാറേ. സാറിനെ ഞാൻ ചതിക്കില്ല. ഇതൊക്കെ പറയുമ്പോ എന്റെ 2 പെൺമക്കളുടെ മുഖമാ മനസ്സിൽ. പിന്നെ എത്ര പൗണ്ട് സ്വർണ്ണം അവക്ക് കൊടുക്കാന്ന് പറഞ്ഞത്? 25. പിന്നെ 5 ലക്ഷം രൂപ സ്ത്രീധനവും. 1 ഗ്രാം പോലും അതിന്ന് കുറഞ്ഞു പോവരുത്. ഇല്ല കൊച്ചമ്മേ. പറഞ്ഞ കാര്യങ്ങളൊക്കെ രാജപ്പന് ഓർമ്മയുണ്ടല്ലോ. ഇനിയെല്ലാം രാജപ്പന്റെ ഉത്തരവാദിത്വം. ബുധനാഴ്ച വരെ ആ ഓർമ്മ ഉണ്ടാവണം. ഓ, 15 ലക്ഷം രൂപയുണ്ട് ഇതില്. ഇത് മതിയാവും എല്ലാത്തിനും. പിടിക്കേ. ഇനി രാജപ്പനെ കാണുമ്പോ കയ്യിൽ അർച്ചനയുടെ വിവാഹ സീഡി ഉണ്ടാവണം. ശരി കൊച്ചമ്മേ. എന്നാ രാജപ്പൻ ചെല്ല്. സാറേ, ഞാൻ അങ്ങോട്ട്. രാജപ്പ, നീ ഇപ്പൊ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നത് ഒരു ബോംബാ. മനസ്സിലായില്ലേ? ഏത് നിമിഷവും പൊട്ടിച്ചിതറാവുന്ന ഒരു ബോംബ്. ഇതിൽ തീരുന്നത് നീ മാത്രമല്ല, നിന്റെ ഭാര്യയും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബം.
അമ്മേ, അച്ഛനെവിടാ പോയത്? എറണാകുളത്ത് ഹൈക്കോർട്ടിലെ സുഹൃത്തുക്കളെ ക്ഷണിക്കാനാ പോയത്. അമ്മ വിളിച്ച് അച്ഛനോട് വിവരം പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞില്ലേ എനിക്കതിന് കഴിയില്ലെന്ന്. ഒരപേക്ഷയുണ്ട്, നീയും വിളിക്കരുത്. ഇവിടെ വന്നിട്ട് പറയാം, അല്ലെങ്കിൽ വഴിയിൽ എവിടെങ്കിലും വെച്ച് അദ്ദേഹം നെഞ്ചുപൊട്ടി മരിച്ചു പോവും. അമ്മേ, ഇതൊരു ശിക്ഷയല്ലേ ഇപ്പോ? അദ്ദേഹം ശിക്ഷ വിധിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോ അച്ഛന് ശിക്ഷ മകള് വിധിക്കുന്നു, വധശിക്ഷ. അമ്മ ഇത്ര ക്രൂരമായിട്ട് സംസാരിക്കരുത്. പിന്നെ ഞാൻ എങ്ങനെ സംസാരിക്കണം? നിന്റെ സമ്മതത്തോടു കൂടിയല്ലേ വിവാഹം നിശ്ചയിച്ചത്. ഇപ്പൊ നിനക്ക് താല്പര്യമില്ലെന്ന് പറയണമെങ്കിൽ അതിന്റെ കാരണം അറിയണ്ടേ? വീട്ടുകാരോട് പക തീർക്കാനാ സുധി ഈ വിവാഹത്തിന് തയ്യാറായത്. നിന്നോട് ഇതാരാ പറഞ്ഞേ? അത് ഞങ്ങളും അറിയണ്ടേ? ഞാൻ അന്വേഷിച്ചറിഞ്ഞു. എന്റെ സംശയങ്ങൾ സത്യവുമാണ്. ഒരു പെൺകുട്ടിയുമായി സുധി അടുപ്പത്തിലായിരുന്നു. വളരെ പാവപ്പെട്ട വീട്ടിലെ ഒരു പെൺകുട്ടി. സുധിയുടെ അച്ഛൻ അവളെയും കുടുംബത്തെ ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വിട്ടു. ഇപ്പൊ അവൾ എവിടാന്ന് സുധിക്ക് പോലും അറിയത്തില്ല. പെണ്ണു കാണാൻ വരുന്നുണ്ടെന്ന് നടരാജൻ സാറ് ഓരോ തവണയും പറഞ്ഞു പറ്റിച്ചതിന് പിന്നിൽ ഇങ്ങനൊരു നാടകം ഉണ്ടായിരുന്നു. നീ കേട്ടത് സത്യമായിരിക്കാം, പക്ഷെ സുധിക്കിപ്പോ അവളുമായിട്ട് ഒരു ബന്ധവും ഇല്ലെങ്കിലോ? ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ മോളെ? അമ്മ ഇത് തന്നെ പറയുമെന്ന് എനിക്കറിയാം. മോളെ, ഇതൊരു അറേഞ്ച്ഡ് മാരേജ് അല്ലേ? പഠിക്കുന്ന കാലത്ത് ആണിനും പെണ്ണിനും പല ബന്ധങ്ങളും കാണും. ഒക്കെ കല്യാണം കഴിയുന്നതോടുകൂടി അതവിടെ അവസാനിക്കും. അറേഞ്ച്ഡ് മാരേജിന്റെ ഫലം അതാ. ഇതൊരു നിസ്സാരകാരിയായിട്ടാ എനിക്ക് തോന്നുന്നേ. എനിക്കങ്ങനല്ല. ഒരു പെൺകുട്ടിയെ സുധി അത്രയേറെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ അവളെ കാണാനില്ല. എവിടെയാണെന്നോ എന്താണെന്നോ അറിയില്ല. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ട് സുധി വേറൊരു വിവാഹത്തിന് തയ്യാറായെന്ന് അമ്മ ചിന്തിച്ചിട്ടുണ്ടോ?